പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷമിട്ട് എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് വിവാദമായതൊന്നും മറക്കരുത്. അറ്റാക്ക് എഴുതുന്നവർ മനസ്സിലാക്കാത്തവരുണ്ട്. ഈ വ്യക്തിപരമായ അറ്റാക്ക് ഇവൻ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. എഴുതുന്നവൻ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ കേട്ടോണ്ട് എനിക്കെന്തുവാ വ്യക്തിപരമായിട്ടൊന്നുമില്ല. ഞാനാരാന്ന് എൻ്റെ നാട്ടുകാർക്ക് അറിയാം, ഞാനാരാന്ന് നിങ്ങൾക്കും അറിയാം. ഞാൻ ഈ ഷോ കാണിക്കുന്ന ആളൊന്നുമല്ല. പിന്നെ എഴുതുന്നവൻ അറിയാത്തതുകൊണ്ട് എഴുതുന്നില്ല. അവൻ ഇതിനേക്കാളും വലിയ തീ കൂടെ നടന്നിട്ട് വന്ന ആളാണ് ഞാനെന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ടില്ല. അപ്പോൾ എഴുതുന്നതിന് ചിലവൊന്നുമില്ലല്ലോ. ആധികാരികത ഉള്ളവരൊന്നും അല്ലല്ലോ എഴുതുന്നത്. 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നതിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുകയാണ്. എല്ലാ മാസവും 1-ാം തീയതി ഉണ്ടെന്ന് ഓർക്കണം. അത് അവൻ്റെ അസുഖം എന്ന് പറയുന്നത് മാറുന്ന രോഗമല്ല, അത് ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല. അത്തരം ആളുകളുടെ അസുഖം ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല. അതിനൊന്നും മോഹലേക്ക് എടുക്കേണ്ട. നമ്മൾ സത്യസന്ധനായി പ്രവർത്തിക്കുക, സത്യസന്ധനായി ജീവിക്കുക. രാഷ്ട്രീയത്തിൽ അത്രയേ ഉള്ളൂ, ജനങ്ങൾക്ക് അതേ വേണ്ടതുള്ളൂ. പിന്നെ വ്യക്തിഹത്യ ആർക്കും ആരെയും ചെയ്യാവുന്നൊരു കാലത്താണ് ജീവിക്കുന്നത്. അതിൻ്റെയൊക്കെ പ്രാധാന്യം പോയി. പണ്ട് വ്യക്തിഹത്യ ചെയ്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്, പാവങ്ങൾ. അപ്പോൾ അതുപോലെ ആൾ മൈൻഡ് ഉണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിലെ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇതുപോലുള്ള ചില രോഗികളുടെ അധിക്ഷേപത്തിന് ഇരയാവും. പിന്നെ സത്യം പറയാതിരിക്കാൻ പറ്റൂ. തൊപ്പിയുണ്ടെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. ഞാൻ തൊപ്പിയുണ്ടെന്നേ പറഞ്ഞുള്ളൂ. തൊപ്പിയുണ്ടെന്ന് സമ്മതിച്ചു. തൊപ്പിയുള്ളത് മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷമിട്ട് എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് വിവാദമായതൊന്നും മറക്കരുത്. നിങ്ങളുടെ തന്നെ എൻ്റെ ക്ലിപ്പിങ്ങുകളൊക്കെ കാണും. പോലീസ് വേഷമിട്ടുണ്ട് അന്ന്, ഓർമ്മയില്ലേ? ആ ക്ലിപ്പിങ്സൊക്കെ കാണും. അത് ഇല്ലീഗലാണ്, അത്രയേ ഉള്ളൂ. ഞാനൊരു തൊപ്പി ഉണ്ടെന്ന് പറഞ്ഞതിനിപ്പം ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. തൊപ്പി ഉണ്ടായിരുന്നുവെന്ന് സമ്മതിക്കപ്പെട്ടു. ആ തൊപ്പി ആരോ പാവങ്ങൾ കൊടുത്തു. എന്തിനായി ഇപ്പോൾ തൊപ്പി? വയ്യാത്ത കുഞ്ഞിന് തൊപ്പി എന്തിനാ? അത് തൊപ്പി വെച്ച് ഒരാളൊരു അല്പത്തരം കാണിച്ചു എന്ന് പറയുമ്പോൾ ആ തൊപ്പി അവിടെ കൊടുത്തു, ആ തൊപ്പി ലേലത്തിൽ വെച്ച് കിട്ടിയ പൈസയ്ക്ക് ഒരാൾക്ക് ചികിത്സയ്ക്ക് കൊടുത്തു എന്നൊക്കെ. എന്നാൽ ലേലത്തിൽ വയ്ക്കാത്തത് പണ്ട് നമ്മൾ പറയും, സിനിമയിൽ നമ്മളെ സിൽക്ക് സ്മിത ഉള്ള കാലത്ത് ആ ഒരു കഥ കേട്ടിട്ടുണ്ട്. സത്യമോ അറിഞ്ഞൂടാ. ഒരു ആപ്പിളിൽ അവർ കടിച്ച ആപ്പിൾ ലേലത്തിന് വെച്ചു, വലിയ തുകയ്ക്ക് പോയി തമിഴ്നാട്ടിലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതും ലേലത്തിൽ വയ്ക്കായിരുന്നു, ഇച്ചിരൂടെ ഇമ്പാക്റ്റ് ഉണ്ടായേനെ. ഇനി ഉണ്ടെങ്കിലും ആ തൊപ്പി വന്നാൽ നമുക്ക് ലേലത്തിൽ വയ്ക്കാം. ഇന്നാരണ്ട് പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചുപോയി. രാഷ്ട്രീയത്തിൽ പല സമരങ്ങളും കണ്ടിട്ടുണ്ട്. പത്തനാപുരത്ത് എൻ്റെ വീട്ടിലേക്ക് ഇന്നൊരു ജാഥ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാണെന്ന് ചോദിച്ചിട്ട് ആർക്കും മനസ്സിലായി. പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല, നാട്ടുകാർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവസാനം ഞാൻ ചോദിച്ചു, തൊപ്പിയാണോ കാര്യം? സത്യം പറയട്ടെ, കേരളത്തിൽ ജീവിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക. കുഞ്ചൻ തമ്പ്യാർ നേരത്തെ മരിച്ചത് നന്നായി, അല്ലെങ്കിൽ അദ്ദേഹം എന്തോരം ചീത്ത കെട്ടി വന്നേനെ. തമാശ പറഞ്ഞാൽ അത് മനസ്സിലാകാതെ വൈരാഗ്യ ബുദ്ധിയോടെ മറുപടി പറയുന്ന ആളുകളോട് കുഞ്ചൻ തമ്പ്യാർ നേരത്തെ മരിച്ചല്ലോ എന്ന സന്തോഷം മാത്രമേ ഉള്ളൂ.